വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഈ ഇസ്രായേല് അടിച്ചടിച്ച് മുന്നേറുകയാണല്ലോ. ഈ 72 മണിക്കൂറിനുള്ളിൽ 6 രാജ്യത്തെ ആക്രമിച്ചു. ഇനി 7ാമത് തുർക്കി ആക്രമിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അപ്പോ ഈ അറബ് രാജ്യങ്ങളെല്ലാം ഈ ഖത്തറിനെ ആക്രമിച്ചപ്പോൾ തന്നെ ഒരു യോഗം വിളിച്ചു ചേർത്ത്. ദോഹയിൽ വെച്ചാണ് ഈ യോഗം നടന്നത്. GCC രാജ്യങ്ങളും അറബ് മുസ്ലിം രാജ്യങ്ങളും എല്ലാം കൂടെ ചേർന്നാണ്. അതിനകത്ത് പാകിസ്ഥാനും എങ്ങനെയൊക്കെ വലിഞ്ഞു കയറിയിട്ടുണ്ട്. അപ്പോ ഈ ഈജിപ്റ്റ് ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, ജോർദാൻ ഉണ്ട്, തുർക്കി ഉണ്ട്, എല്ലാ രാജ്യങ്ങളും ഉണ്ടായിരുന്നു ആ ചർച്ചയിൽ. എങ്ങനെ ഇസ്രായേലിനെ ഒതുക്കും എന്നുള്ള ചോദ്യമാണ് ഇവർ അതിനകത്ത് പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത്. ട്രംപിനോട് പോയി പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല എന്നിവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അത് ആ യോഗത്തിനകത്ത് പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ പറയുകയും ചെയ്തു. ട്രംപിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ട്രംപ് ഇസ്രായേലിന്റെ കൂടെയാണ്. ട്രംപിന് ഇസ്രായേൽ ഇല്ലാതെ നിലനിൽപ്പില്ല. പാകിസ്ഥാൻ ഒരു 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 റിപ്പോർട്ട് ഞാൻ ഇന്ന് രാവിലെ വായിച്ചത്. പാകിസ്ഥാനിലെ വിദേശകാര്യ പ്രതിരോധ വകുപ്പിന്റെ മന്ത്രി പറയുന്നത് ഇസ്രായേലിന്റെ കയ്യിൽ നിന്നും അമേരിക്ക കൈക്കൂലി മേടിക്കുന്നുണ്ട് എന്നാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴിതാ ഇവരുടെ ഒരു വമ്പൻ നീക്കം വന്നിരിക്കുകയാണ്. അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഈ നീക്കം വന്നു, വമ്പൻ നീക്കമാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴേക്കും ഈ 50 രാജ്യങ്ങൾ അതിനകത്തുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു നാറ്റോ സഖ്യം രൂപീകരിക്കാൻ പോവുകയാണ്. അതായത് യൂറോപ്പ് രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് അവരുടെ ഡിഫൻസ് ഫോഴ്സ് തങ്ങളെ ആരാക്രമിക്കാൻ വന്നാലും എല്ലാ ഡിഫൻസ് ഫോഴ്സും കൂടെ ഒരുമിച്ച് നിൽക്കും. എന്നിട്ട് ആ സൈന്യത്തെ തിരിച്ചാക്രമിക്കും. അതാണ് അവരുടെ ഒരു ഫോഴ്സ് എന്നുള്ളത്. അതാണ് നാറ്റോ. അതുപോലെ ഈ 50 മുസ്ലിം രാജ്യങ്ങളും GCC രാജ്യങ്ങൾ ഉൾപ്പെടെ നമ്മളെ ആരാക്രമിക്കാൻ വന്നാലും നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഒരുമിച്ച് നിന്നിട്ട് ഈ സഖ്യത്തിന് നമ്മൾ അറബ് നാറ്റോ എന്ന് പേരിടണം എന്നാണ്. അതായത് ചരിത്രത്തിൽ ഒരു വലിയൊരു സംഭവമായിരിക്കും ഇത്. കാരണം ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യം ഇസ്രായേൽ ഉണ്ടായ ആ സമയത്ത് ഇസ്രായേലിനെ അടിച്ചു ചുരുട്ടാമെന്ന് പറഞ്ഞ് ഇസ്രായേലിന്റെ നേരെ കയറിപ്പോയതാണ്. പക്ഷെ ഇസ്രായേൽ ഉണ്ടായതേ യുദ്ധത്തിലൂടെയാണെന്ന് വിളിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയും. ഞാൻ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈജിപ്റ്റും ജോർദാനും എല്ലാം ഇസ്രായേൽ ഉണ്ടായ സമയത്ത് ഇസ്രായേലിനെ അടിക്കാനായിട്ട് ചെന്നായിരുന്നു. അതായത് ആ സമയത്ത് ഇസ്രായേലിന്റെ കയ്യിൽ ഒന്നുമില്ല, കൃത്യമായിട്ടുള്ള ആയുധങ്ങളില്ല, ഒന്നുമില്ല. എന്നിട്ടും ഈ ഈജിപ്തിനെയൊക്കെ അടിച്ച് ചുരുട്ടി കളഞ്ഞു ഇസ്രായേൽ. അവരുടെ സാങ്കേതിക വിദ്യയും ബുദ്ധിശക്തിയും വെച്ചാണ് അവർ ഇന്ന് നടത്തിയെടുത്തത്. അപ്പൊ അതിന്റെയൊക്കെ പക ഈജിപ്തിന്റെ മനസ്സിൽ പണ്ടേ ഉണ്ട്. അതുകൊണ്ട് ഈജിപ്ത് പണ്ടേ പറയുന്നുണ്ട്. ഈ 12 വർഷങ്ങൾക്ക് മുമ്പ് ഈ അറബ് രാജ്യങ്ങളുടെ യോഗം ചേർന്നപ്പോഴേ ഈജിപ്ത് പറയുന്നുണ്ട്, നമുക്ക് ഈ അറബ് നാറ്റോ സെറ്റ് ചെയ്യാം, ഇസ്രായേലിനെ നമുക്ക് അടിച്ച് നശിപ്പിക്കാമെന്ന് അവർ പറയുന്നുണ്ട്. കാരണം ഈ അറബ് നാറ്റോ സെറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ GCC രാജ്യങ്ങൾക്കിടയിലും ഈ മുസ്ലിം രാഷ്ട്രങ്ങൾക്കിടയിലും ഏറ്റവും വലിയ സൈന്യമുള്ളത് ഈ ഈജിപ്തിനാണ്. അതുകൊണ്ടാണ് ഈജിപ്ത് നിരന്തരം പറയുന്നത് അറബ് നാറ്റോ എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം എന്താ അറിയോ? ഈ അറബ് രാജ്യങ്ങളിൽ ആണവായുധമുള്ള ഒരു രാജ്യം മാത്രമേ ഉള്ളൂ മുസ്ലിം രാഷ്ട്രങ്ങളിലും. അത് ഏറ്റവും ഗതികെട്ട് കിടക്കുന്ന പാകിസ്ഥാനാണ്. ആണവായുധമുള്ള ഒരു രാജ്യം അത് പാകിസ്ഥാൻ മാത്രമാണ്. പാകിസ്ഥാന്റെ കയ്യിൽ നിന്നുകൂടെ ആണവായുധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും ആണവായുധമില്ല എന്നുള്ളതാണ്. അപ്പൊ ഇസ്രായേൽ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനെ നോട്ട് ഔട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞാണല്ലോ, പാകിസ്ഥാൻ ഞങ്ങൾ അടിക്കും എന്ന് ഇന്ത്യക്കാണ് ഇസ്രായേൽ റിപ്പോർട്ട് കൊടുത്തത്. ഞങ്ങൾ അടിക്കും, നിങ്ങളൊന്നും ഭയപ്പെടേണ്ട, ഞങ്ങൾ അടിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ജമ്മു കാശ്മീരിൽ ഇസ്രായേലിന്റെ വിമാനങ്ങൾ പറന്നിറങ്ങിയെന്ന് നമ്മൾ തമ്മിൽ ഒരു സംയുക്ത സൈനികാഭ്യാസം ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് നടത്തി എന്നുള്ള റിപ്പോർട്ടുകളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ അറബ് നാറ്റോ എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു സൈനിക നേതൃത്വം ഉയർന്നു വരുമ്പോൾ അതിന് ഇസ്രായേൽ എങ്ങനെയായിരിക്കും നേരിടാൻ പോകുന്നത്? അതായത് ഇത് എന്താ പറയുക, ഓരോരോ രാജ്യങ്ങളായിട്ട് അടിക്കുകയാണ്. ലബനനെ അടിക്കുന്നു, ഖത്തറിനെ അടിക്കുന്നു, ഇറാനെ അടിക്കുന്നു. ഇപ്പോ ഇറാഖിലെ സുഡാനി അടക്കം അവിടെ ഉണ്ട്. അപ്പൊ ഇറാഖുമായിട്ട് വലിയ രീതിയിലുള്ള സംഘർഷത്തിലാകുന്നു. അപ്പൊ ഇനി ഇതിനൊരു ക്ലൈമാക്സ് വേണം. ഇസ്രായേലിനെ എങ്ങനെ വിട്ടാൽ പറ്റില്ല. നമ്മളെല്ലാവരെയും നിരന്തരം നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇസ്രായേലിനെ അടിക്കണം. ഒരു വലിയ, ഇപ്പൊ നമ്മുടെ ഈ അവഞ്ചേഴ്സിലൊക്കെ കാണൂലേ, അതായത് അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പൈഡർമാൻ ഒരു സിനിമ, മറ്റേ വേറൊരു ബ്ലാക്ക് പാന്തർ ഒരു സിനിമ, വേറെ ഒരു സൂപ്പർ ഹീറോ ഒരു സിനിമ, ക്ലൈമാക്സിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് വലിയൊരു ടീമായിട്ട് അടിക്കാൻ പോകുന്നതാണ് കാഴ്ച. അപ്പൊ ഇവര് വലിയൊരു ടീം രൂപീകരിച്ചു കഴിഞ്ഞു. എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്? ഇസ്രായേൽ ഇതിനെ എങ്ങനെ നേരിടും? ഇത് ഈ കൺസെപ്റ്റ് പുതിയതല്ല. ഇസ്രായേൽ രൂപീകൃതമായപ്പോൾ മുതൽ അതിനെ തകർക്കാനായിട്ട് ഈ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത. അപ്പോൾ അതൊരു പുതിയ കൺസെപ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അന്നും ഇവരെല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് ഇസ്രായേലിനെതിരെ പരിമിതമായ ആയുധങ്ങളും സൈന്യവും വെച്ചിട്ടാണ് ഇസ്രായേൽ അതിനെ കവർ ചെയ്തത്. കാരണം അവരുടെ ധനുഷ് പറഞ്ഞ കണക്ക് ബുദ്ധി, ടെക്നോളജി, ഈ 2 കാര്യങ്ങൾ വെച്ചിട്ടാണ്. അതായത് അറബ് രാഷ്ട്രങ്ങളുടെ സൈന്യമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇസ്രായേലിന്റെ സൈന്യം ഒന്നുമില്ല. 5 6 പഴയ വിമാനങ്ങൾ മാത്രമേ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ സഖ്യം എന്ന് പറഞ്ഞാൽ പടുകൂറ്റം സഖ്യമായിരുന്നു. അവിടെ അങ്ങനെ ഈജിപ്തിനെ ജോർദാനെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് കിഴക്കൻ ജെറുസലേം, ഗസ തുടങ്ങിയ ഏരിയകൾ പിടിച്ചെടുക്കുകയാണ് ഇസ്രായേൽ ചെയ്തത്. അപ്പോൾ ഇസ്രായേലിന്റെ കരുത്ത് കുഞ്ഞനാണെങ്കിലും അവരുടെ കരുത്ത് അതിൽ കൂടെ അവരൊക്കെ കണ്ടതാണ്. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് തുർക്കിയും പാകിസ്ഥാനുമാണ് ഈ ഒരു വലിയ ആവശ്യം. ഇതിനെ ഖത്തറും വലിയ രീതിയിൽ പിന്തുണച്ചിട്ടുണ്ട്, ഒരു അറബ് നാറ്റോ വരണം എന്നുള്ളത്. ഇത് പ്രായോഗികമാണോ എന്ന് ചോദിച്ചാൽ അതിനകത്തേക്ക് നമുക്കൊന്ന് പോകാം. ഏതായാലും അത് പ്രായോഗികമാണോ എന്ന് പ്രേക്ഷകർക്കും തീരുമാനിക്കാം. ഞാൻ അതിന്റെ അത് എങ്ങനെ പ്രായോഗികമാകും എന്നുള്ളതാണ്. അപ്പോൾ നാറ്റോ എന്നാണല്ലോ ഇവർ പറയുന്നത്. അപ്പൊ നമുക്ക് നാറ്റോയുമായി ഇവരെ താരതമ്യം ചെയ്യാം എന്താണെന്നുള്ളത്.
ഉം, നാറ്റോ എന്ന് പറയുമ്പോൾ അതിൽ 32 രാജ്യങ്ങളുണ്ട്. ആ ഉം, 32 രാജ്യങ്ങൾക്കും കൂടി ഒരു ലീഡറുണ്ട്, അമേരിക്ക. അവരുടെ വാർഷിക ബഡ്ജറ്റ്, പ്രതിരോധ ബഡ്ജറ്റ് 962 ബില്യൺ ആണ്. അതിന്റെ ഉം. 25% അവര് നാറ്റോ രാജ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ, അതായത് ഇപ്പൊ അറബ് നാറ്റോയിലും അതുപോലെ തന്നെ നെടുനായകത്വം വഹിക്കാൻ ഒരു സ്ട്രോങ് ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു രാജ്യം വേണം. നിലവിൽ അത് ഉം. ആര് വരുമെന്നറിയത്ത്. ഫൈനാൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പൈസയുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഉണ്ട്. ഒപ്പം തന്നെ സാങ്കേതിക സഹായം കൊടുക്കുന്നു, ധനസഹായം കൊടുക്കുന്നു, സൈനിക പരിശീലനം കൊടുക്കുന്നു, ആയുധങ്ങൾ കൊടുക്കുന്നതും അമേരിക്ക. ഇവിടെ ആരാണ് ആയുധം കൊടുക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ ആയുധം കയറ്റി അയക്കുന്ന രാജ്യങ്ങളുണ്ട്, അറബ് മുസ്ലിം രാജ്യങ്ങളുണ്ട്. ഒന്ന് UAE ചെറിയ ഡ്രോണുകളും മറ്റുമൊക്കെ ആഫ്രിക്ക അടക്കമുള്ള, മധ്യേഷ്യ അടക്കമുള്ള ചില രാജ്യങ്ങളിലേക്ക് വിടുന്നുണ്ട്. നമ്മുടെ പാകിസ്ഥാൻ ചില ആയുധങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. തുർക്കിയുടെ ആയുധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ, ഓപ്പറേഷൻ സിന്ദൂറിൽ അവരുടെ ഡ്രോണൊക്കെ നമ്മൾ അതെ അതെ കണ്ടത്. അതെ. അങ്ങനെയൊക്കെയുള്ള ചില റോട്ടാക്കുന്നു. സെറ്റപ്പുകൾ അവർ നടത്തുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ അവര് പോകുന്നുണ്ട്. അപ്പോ ഇതാണ് അവരുടെ ഒരു ബേസ്. അതിനെ നമുക്കൊരു വലിയ അമേരിക്ക ആയിട്ടൊന്നും തട്ടിച്ചു നോക്കാനേ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് അവരുടെ എല്ലാം കൂടെ സംഖ്യാബലം, നാറ്റോ സഖ്യത്തിന്റെ 3.4 മില്യൺ സൈനികരാണ്. സൈനികരുടെ എണ്ണമാണ് ഇത്. സൈനികരുടെ എണ്ണമല്ല ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ പ്രധാന പോയിന്റ്. പകരം ടെക്നോളജിയാണ് പുതിയ യുദ്ധം. അധികം ഉം, സൈനികരൊന്നും വേണ്ട. എനിക്ക് തോന്നുന്നു നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ സൈനികർക്കൊന്നും നിന്നിടത്തൊന്നും അനങ്ങണ്ടി പോലും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഉം, പഴയതുപോലെ ഉം, ഈ ടാങ്കുകൾ ഓടിച്ചു കയറ്റും അങ്ങനൊന്നും വേണ്ടി വന്നില്ലെന്ന് തോന്നുന്നു. അല്ല, ഇരിക്കുന്നിടത്ത് തന്നെ ബട്ടൺ പരിപാടി ആയിരുന്നെന്ന് തോന്നുന്നു, അത് കംപ്ലീറ്റ് അടിച്ച് ഉം. തകർക്കാനായിട്ട്. അപ്പം 3.4 മില്യൺ ഉണ്ട് നാറ്റോ രാജ്യങ്ങൾ. ഇനി നാറ്റോ രാജ്യങ്ങൾ എല്ലാവർക്കും സൈന്യമില്ല. ഐസ്ലൻഡ് പോലുള്ള രാജ്യങ്ങൾക്ക് സൈന്യമേ ഇല്ലാത്ത രാജ്യമാണ്. ഇനി അതിനകത്ത് ദുർബലം വളരെ കുഞ്ഞ് സൈനികരുള്ള രാജ്യമുണ്ട് ഈ നാറ്റോയിൽ. ഏതൊക്കെയാന്ന് വെച്ചാൽ ലക്സംബർഗ് 900 സൈനികരേ ഉള്ളൂ അവിടെ. അതുപോലെ മോണ്ടനെട്രോ 2400 സൈനികരേ ഉള്ളൂ അവിടെ. അതുപോലെ തന്നെ മേസിഡോള 8000 സൈനികരേ ഉള്ളൂ. വളരെ കുറച്ച് സൈനികരാണ്. പക്ഷെ നേരെ മറിച്ച് ഇപ്പുറത്തേക്ക് വരുമ്പോൾ, അറബ് നാറ്റോയിലേക്ക് വരുമ്പോൾ സൈനികരണത്തിൽ അവർ വളരെ കൂടുതലാണ് അവർ. അവരുടെ ഉം. ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ 6.58 മില്യൺ വരും. ഇതാണ് അയ്യോ. ഈ രണ്ട് സഖ്യങ്ങൾ. സൈനിക ബലത്തിൽ വലിയ ഇതാണ്. കാരണം അവരുടെ ഏറ്റവും വലിയ സൈന്യം ഈജിപ്റ്റാണ്. പിന്നെ ഉം, സൗദി അറേബ്യ ഉണ്ട്, ഇറാനുണ്ട്, പാകിസ്ഥാനുണ്ട്, പിന്നെ തുർക്കിയുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. അത്യാവശ്യം സൈനിക, കാരണം ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചടിച്ച് നിന്നവരാണല്ലോ, ഉണ്ട്. പിന്നെ ഇവർക്ക് ആരാണ് ഏകീകൃതമായ ഒരു കമാൻഡായിട്ട് നിൽക്കുന്നത്? നാറ്റോയ്ക്ക് അങ്ങനെയുള്ള അവർക്കൊരു ഏകീകൃത കമാൻഡ് ഉണ്ട്. നാറ്റോയ്ക്ക് ഒരു കമാൻഡർ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ടീമുകൾ UK കപ്പൽ നീങ്ങണോ, ഫ്രാൻസിന്റെ ജെറ്റ് നീങ്ങണോ എന്നൊരു തീരുമാനത്തിലെത്താൻ പറ്റും. ഇവർക്ക് അതെങ്ങനെ സ്വായത്തമാക്കാം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇവരിപ്പോഴും ആയുധങ്ങൾക്ക് ആശ്രയിക്കുന്നത് അമേരിക്കയാണ് ഈ ഗൾഫ് രാഷ്ട്രങ്ങൾക്കടക്കം ഇപ്പോഴും ആയുധം സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യം. അപ്പം ആയുധങ്ങൾ ഇവർ സ്വന്തമായിട്ട് നിർമ്മിച്ചിരുന്നത് ഏത് കാലത്താണ് അത് നിർമ്മിച്ച് വരിക എന്നുള്ളതുമാണ്. അപ്പം ഇതിനെയൊക്കെ അതിജീവിച്ച് മുൻപോട്ട് വന്നാലും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെ വെച്ച് വാഴിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. കാരണം അവർക്കിത് വളർന്നു വരുന്ന അത്ര സുഖമുള്ളൊരു ഏർപ്പാടല്ലല്ലോ. കാരണം അവർ ഇത്രയും നാളായിട്ട് ചിന്ന ഭിന്നമാക്കി ഈ അറബ് സഖ്യത്തൊക്കെ ചിന്ന ഭിന്നമാക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് അവർക്കിത്. ഇനി രണ്ടാമത്തെ കാര്യം, തുർക്കി നാറ്റോ സഖ്യത്തിലുള്ള രാജ്യമാണ്. അവർ ചാടിയിട്ട് ഈ സഖ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തുർക്കി പിന്നെ അങ്ങനൊന്നുമില്ല, എല്ലായിടത്തും തലയിടും. റഷ്യ എടുത്ത് കഴിഞ്ഞ കുറച്ച് 1-2 മാസങ്ങൾക്ക് മുമ്പ് പോയി റഷ്യയെ പോയി ചർച്ച നടത്തേക്ക് ചെയ്തായിരുന്നു. അങ്ങനെ ഒരു ഉം, രാജ്യമാണത്. അപ്പം ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇതിനകത്ത് ചില രാജ്യങ്ങൾക്ക് സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. അതിലൊന്ന് പാകിസ്ഥാനാണ്. അതായത് ഈ രാജ്യങ്ങളുടെ പിന്തുണ കിട്ടിയാൽ, അതൊരു അറബ് നാറ്റോ വന്നാൽ ഇന്ത്യയെ ചൊറിയാൻ എളുപ്പമാണ്. കാരണം തിരിച്ചു ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാം കൂടെ നമ്മളെ സഹായിക്കുമല്ലോ എന്നുള്ളത്. പക്ഷെ ചിന്തിക്കേണ്ട ഒരു വശം എന്ന് പറഞ്ഞാൽ, അറബ് നാറ്റോ രൂപം കൊള്ളുമ്പോൾ അതിനെതിരെ മറ്റൊരു അലയൻസും കൂടി രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് ഞാൻ കരുതുന്നത് ഇന്ത്യ, റഷ്യ, ചൈന, ഉത്തര കൊറിയ അടക്കമുള്ള ഒരു അലയൻസ് ഉണ്ടാകും. പക്ഷെ ഈ അലയൻസ് ഒരു സൈനിക സഖ്യം എന്നതിനേക്കാൾ ഉപരി ഒരു പ്രഷർ ഗ്രൂപ്പായിരിക്കും, സമ്മർദ്ദ ഉം. തന്ത്രം. കാരണം ഈ അറബ് നാറ്റോയ്ക്ക് മുമ്പോട്ട് പോകണമെന്ന്, ഇനി അത് അവർ രൂപീകരിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, അവർ രൂപീകരിച്ച് അവർക്ക് മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒന്നുകിൽ ഒറിജിനൽ നാറ്റോയെ പിടിക്കണം, അവരുടെ സഹായം കൂടെ തേടണം, മറ്റവർ നമ്മളെ അടിക്കണമെങ്കിൽ. ഇനി നമ്മുടെ സഹായം വേണം അമേരിക്ക അടിക്കണമെങ്കിൽ. അതായത് രണ്ട് കൂട്ടരുടെയും സഹായത്തിന് വേണം. അപ്പൊ ഇവർക്കൊരു പ്രഷർ ഗ്രൂപ്പായി നിൽക്കാൻ പറ്റും. ഇനി ആ 3 രാജ്യങ്ങളുടെ, ഇന്ത്യ, റഷ്യ, ചൈന, അവരുടെ സൈനിക ബലം നോക്കിയാൽ 4.59 മില്യൺ ആണ്. ഈ 3 ഉം, രാജ്യങ്ങളുടെ മാത്രം. വേറൊരു കാര്യമുണ്ട്, ഈ 3 രാജ്യവും ആണവായുധമുള്ള രാജ്യമാണ്. ഉം, ഉം, അറബ് ഉം, നാറ്റോയിൽ ഒരു ആണവായുധമുള്ള രാജ്യമേ ഉള്ളൂ. ഇനി ഉം, ഒറിജിനൽ നാറ്റോയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ 3 രാജ്യങ്ങൾ, ഫ്രാൻസ്, UK, അമേരിക്ക ആണവരാജ്യമാണ്. ഉം, അതൊന്ന്. ഇനി ഈ എക്വിപ്മെന്റ്സിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും നാറ്റോ നമ്പർ 1 ആയിട്ട് നിൽക്കും. നമ്പർ ഉം. 2ലേക്ക് വരുമ്പോഴത്തേനും, നമ്പർ 2ലേക്ക് എന്നുള്ളത് നമുക്ക് ചൈനയുടെ ഒന്നും കറക്റ്റ് അറിയത്തില്ല എന്തൊക്കെയാണെന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ അതിന് ഈക്വൽ ആയിട്ട് നിൽക്കുന്ന ഈ വെറും 3 രാജ്യങ്ങളുടെ കയ്യിലുണ്ട്, RICയിലുണ്ട്. ഇന്ത്യയുടെയും റഷ്യയുടെയും ചൈനയുടെയും നിന്ന് കഴിഞ്ഞാൽ അവരൊരു വലിയ ശക്തിയാണ്. അപ്പം ഈ അറബ് നാറ്റോ എങ്ങനെയാണ് ഇതിനെ അതിജീവിച്ച് മുൻപോട്ട് പോവുക എന്നുള്ളത് നമുക്ക് സംശയകരമാണ്.
കാരണം അതിനകത്തുള്ള മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് നല്ല കണക്ഷൻ, ഇനി ഇസ്രായേലുമായിട്ട് നല്ല ബന്ധമാണ് UAEക്ക്, നല്ല ബന്ധമാണ് ജോർദാന്, അങ്ങനെ അനവധി രാജ്യങ്ങളുണ്ട് ഈ അറബില്. ഈ പറയുന്ന ബഹ്റിന്, ഈജിപ്റ്റ്, മൊറോക്ക, ഇവരൊക്കെ ആയിട്ട് ഇസ്രായേൽ നല്ല നയതന്ത്ര ബന്ധവും കാര്യങ്ങളാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഇതിനെയൊക്കെ അവർ പെട്ടെന്ന് കളയുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അമേരിക്ക പൊടുന്നതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു നാറ്റോ സഖ്യത്തിലേക്ക് പോകും. അമേരിക്ക എങ്ങനെയാണ് ഈ നാറ്റോ സഖ്യം കൊണ്ടു നടക്കുന്നത്? അവരുടെ ആയുധങ്ങൾ അവർ ഇറക്കുമ്പോൾ തന്നെ ഈ നാറ്റോ രാജ്യങ്ങൾക്ക് കൊടുക്കും. കൊടുത്തതിന് ശേഷം ഈ നാറ്റോ രാജ്യങ്ങളുടെ പരിശീലനം അമേരിക്കയുടെ ചെലവിലാണ് നടക്കുന്നത്. ഈ നാറ്റോ രാജ്യങ്ങളുടെ മേൽനോട്ടം അമേരിക്കയുടെ ചെലവിലാണ് നടക്കുന്നത്. ഒപ്പം തന്നെ ഇവർക്ക് വേണ്ട സാങ്കേതിക സഹായം കൊടുക്കുന്നത് അമേരിക്കയാണ്. ഇവിടെ ഏത് രാജ്യം അത് കൊടുക്കും? ഏത് രാജ്യത്തിന് അതിന് കപ്പാസിറ്റി ഉണ്ട്? ഈ നാറ്റോ ഈ അറബ് നാറ്റോ എന്ന് പറയുമ്പോൾ ഏത് രാജ്യത്തിന് കപ്പാസിറ്റി ഉണ്ട്? സൈന്യം ശരിയാണ്, വലുതാണ്, സൈനികർ കൂടുതലുണ്ട് എന്ന് കരുതി ടെക്നോളജി വേണ്ടേ? ഈ ഇറാന്റെ ആ സിസ്റ്റം കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റൂ? ഈജിപ്തിന്റെ ആ സിസ്റ്റം കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റൂ? മറുഭാഗത്ത് വളരെ പവർഫുൾ ആയിട്ട് നിൽക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് എങ്ങും പെടാതെ നിൽക്കുന്ന ഒരു പ്രഷർ ഗ്രൂപ്പായിട്ട് ഇന്ത്യ, റഷ്യ, ചൈന കൂടി നിന്ന് കഴിഞ്ഞാൽ ഈ അറബ് നാറ്റോയ്ക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം അറബ് നാറ്റോ എന്ന് പറയുമ്പോൾ അറബ് രാജ്യങ്ങളാണ്. അറബ് രാജ്യങ്ങളുടെ മെയിൻ ഇൻകം എണ്ണ വ്യാപാരമാണ്. ആ എണ്ണ വ്യാപാരം കളഞ്ഞു കുളിച്ച് യുദ്ധത്തിന് പോകാൻ പറ്റുമോ? അമേരിക്ക എന്തുകൊണ്ടാണ് രണ്ടും കൽപ്പിച്ച് ആയുധോടുത്ത് ഇറങ്ങുന്നത് വെച്ചാൽ അവൻ്റെ അവിടെ ഒരു പ്രൊഡക്റ്റും ഇല്ല. ആകെ യുദ്ധത്തിന് ഇറങ്ങിയാലേ പുള്ളിക്ക് കച്ചവടം നടക്കത്തുള്ളൂ. യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാരെ പേടിപ്പിച്ച് കഴിയുമ്പോൾ പറയുന്നത് അമേരിക്കയുടെ താട്, അമേരിക്കയുടെ മറ്റേത്, അമേരിക്കയുടെ മറിച്ചത്, എങ്കിൽ ശരി രണ്ടെണ്ണം അത് മേടിക്കാം. അവന്റെ ഡെമോൺസ്ട്രേഷനാണ് അവൻ എല്ലായിടത്തും നടത്തുന്ന യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ. കാരണം അവന് യുദ്ധം നടത്തിയാൽ ജീവിക്കാൻ പറ്റും അമേരിക്ക. അതാണ് അമേരിക്കയുടെ. ഈ അറബ് രാജ്യങ്ങൾ അങ്ങനെയാണോ? അവർക്ക് ഈ എണ്ണക്കച്ചവടം നടത്തിയാൽ അവരുടെ വയറ്റിപ്പഴപ്പ് അടക്കത്തുള്ളൂ. അമേരിക്ക പോലല്ല. അമേരിക്ക എല്ലാം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. ഒന്നാമത്തെ കാര്യം. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ജനിച്ച കാലം തൊട്ട് ഈ യുദ്ധമല്ലാതെ വേറൊരു പണി അവർക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു രാജ്യമാണ്. ഇതുപോലെയാണോ ഈ വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന സൗദി അടക്കമുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ? അപ്പൊ അവർ കുറെ വകതിരിവോടെ ചിന്തിക്കത്തുള്ളൂ. അല്ലാതെ അറബ് നാറ്റോ എന്നൊക്കെ കേൾക്കാൻ സുഖമുണ്ട്, അതൊരിക്കലും പ്രാവർത്തികമാക്കുക പ്രയാസകരമാണ്. മറ്റിടത്ത് അങ്ങനെയല്ല. യുദ്ധം കൊണ്ട് മാത്രം ജീവിക്കുന്ന രാജ്യങ്ങളാണ് ഈ പറയുന്ന അമേരിക്കയും ഇസ്രായേലും ഒക്കെ. യുദ്ധം നടന്നാൽ മാത്രമേ കച്ചവടം കിട്ടൂ അമേരിക്കയ്ക്ക്. അവരുടെ F-35, F-45 അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ 5 ഒക്കെ ഇട്ട് വിൽക്കാം അവർക്ക്. ആയുധ കച്ചവടമാണ് അവരുടെ മെയിൻ ഇൻകം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എവിടെങ്കിലും ഒക്കെ ഇപ്പൊ വെനിസുലയെ കൊണ്ടുവന്ന് അവർ കുറെ ബോംബറുകൾ ഇറക്കിയിട്ടുണ്ട്. അതിപ്പോ കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാ മാധ്യമങ്ങളിലും വരും, നൂതനമായൊരു ബോംബാണ് അമേരിക്ക വെനിസുലയിൽ ഉപയോഗിച്ചത്. അപ്പൊ ആ മറ്റ് കൊച്ചു കൊച്ചു രാജ്യങ്ങളൊക്കെ അന്വേഷിക്കും, ഇത് എന്ത് ബോംബാണ്, അത് ആരും അറിയില്ല, പൊട്ടിക്കഴിഞ്ഞ് അറിയും എന്നുള്ളതായിരിക്കും അതിന്റെ ഇത്. നമുക്കറിയില്ല. ഉടൻ തന്നെ അടുത്ത കുറെ രാജ്യങ്ങൾ എന്നിട്ട് പറയും ഞങ്ങൾക്ക് ഒരു 5 എണ്ണം വേണം, ഞങ്ങൾക്ക് ഒരു 10 എണ്ണം വേണം. കച്ചവടം നടന്നില്ലേ? ഡെമോൺസ്ട്രേഷൻ ആണ് നടക്കുന്നത്. നമ്മുടെ കടകളിലൊക്കെ നമ്മൾ ബേക്കറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ സ്വീറ്റ്സ് എന്തോന്ന് ചോദിക്കുമ്പോൾ ആ ബേക്കറിക്കാരൻ എന്ത് ചെയ്യും? ചെറുതായിട്ടൊരു പീസ് നമുക്ക് കട്ട് ചെയ്ത് തരും. എങ്ങനെയുണ്ട്? സാമ്പിൾ എന്നായി നമ്മൾ പറയാം. ആ സാമ്പിളാണ് ഇവർ ഈ ചെയ്യുന്ന പലയിടത്തേക്കുള്ള ഇവരുടെ അധിനിവേശങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇപ്പൊ 2 അന്തർവാഹിനി റഷ്യൻ തീരത്തേക്ക് വിട്ടു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് 2 അന്തർവാഹിനി ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ എന്ത് പറ്റും? അപ്പൊ ആ അന്തർവാഹിനിയുടെ സ്പെസിഫിക്കേഷനും ഒക്കെ കുറച്ചൊക്കെ പുറത്ത് വന്നില്ലേ? ഇത് തന്നെയാണ് പണി. അവർക്ക് അതില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇനി ഇസ്രായേലിനെ സംബന്ധിച്ച് അവരെന്ന ആയുധം വെക്കുന്നു അന്ന് തീർന്നു. പക്ഷെ ഇന്നത് പറയാൻ തുടക്കത്തിൽ പറയണമെന്ന് കരുതി മറന്നുപോയി. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് ലോകത്തെമ്പാടും നിന്നും ഒരുപാട് ജന്മദിന ആശംസ കിട്ടും. നമ്മുടെ ശ്രീമാൻ ഡൊണാൾഡ് ട്രംപ് ആശംസിച്ചിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നിയ ഒരു ജന്മദിന ആശംസ എന്ന് പറഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ. അദ്ദേഹം അതിൽ അഭിസംബോധന ചെയ്യുന്നത് നരേന്ദ്ര എന്നാണ്. നരേന്ദ്ര, നിങ്ങൾക്ക് ജന്മദിനാശംസ. ബാക്കിയുള്ളവരൊക്കെ നരേന്ദ്രമോദി എന്നുള്ള ഒഫീഷ്യൽ ആയിട്ടാണ്. അപ്പൊ നരേന്ദ്ര എന്ന് വിളിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഇഴയടുപ്പം അതൊരു വേറൊരു രീതിയാണ്. സാധാരണ രാഷ്ട്രത്തലവന്മാരെ നമ്മൾ അങ്ങനെ വിളിക്കാറില്ല. ഒരു രാഷ്ട്രത്തലവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ആ ഫുൾ പേര് ചേർത്തിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം നരേന്ദ്ര എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും ഹൃദ്യമായ ഒരു ഇതായിരുന്നത്. അപ്പൊ ഇതാണ് അറബ് നാറ്റോ. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ അടുപ്പൂട്ടി ചർച്ചക്കാർക്ക് 2 ദിവസം ചർച്ച ചെയ്യാം, പിന്നെ അങ്ങനെയുള്ള മാധ്യമങ്ങൾക്ക് കുറച്ച് ദിവസം എഴുതി മരിക്കാം എന്നുള്ളതല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഇത് എങ്ങും എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനകത്തുള്ള പിന്നെ 40 രാജ്യങ്ങളുണ്ടെന്നും ധനുഷ് പറഞ്ഞല്ലോ. ഈ 40 രാജ്യങ്ങളിൽ പലതും പട്ടിണിയിലും പരിവട്ടത്തിലും കിടക്കുന്ന രാജ്യങ്ങളാണ്. ഇനി അത് പൈസക്കാരന്മാർ കുറച്ചേ ഉള്ളൂ. അവന്മാരൊക്കെ ഈ പൈസ ഇറക്കി കളിക്കുമോ? അവര് യൂറോപ്യൻ രാജ്യങ്ങളടക്കം അവിടുത്തെ ഭരണാധികാരികൾ പലരും വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അവർ പോയിട്ട് ഈ യുദ്ധവും നടത്തി തോക്കും. ഇനിയിപ്പോൾ ഇവർ ആയുധങ്ങൾ വാങ്ങണം, എന്ത് ചെയ്യണം? വ്യോമ പ്രതിരോധ സംവിധാനം വേണമെങ്കിൽ ഒന്നുകിൽ റഷ്യയുടെ വാങ്ങണം, അല്ലെങ്കിൽ ചൈനയുടെ വാങ്ങണം, അല്ലെങ്കിൽ അമേരിക്കയുടെ വാങ്ങണം. സ്വന്തമായിട്ട് ഇത് പ്രൊഡക്ഷൻ വേണ്ടേ? പ്രൊഡക്ഷൻ ഇല്ല, മറ്റുള്ള കാര്യമില്ല. അപ്പൊ ഇതൊക്കെയാണ്, അത് നടക്കാൻ സാധ്യതയില്ല. എനിക്ക് തോന്നുന്ന ഒരു താൽക്കാലിക സുഖമാണിത്, അത്രയേ ഉള്ളൂ. കാരണം ഇത് പുതിയൊരു കൺസെപ്റ്റും അല്ല, ഇസ്രായേൽ രൂപീകരിച്ചപ്പോൾ മുതൽ ഉണ്ടായിരുന്നതാണ്. ഇത് എങ്ങും എത്താൻ പറ്റില്ല. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ യുദ്ധം സൈനികരുടെ എണ്ണമല്ല, ടെക്നോളജിയാണ്. ഇപ്പൊ ഈ നമ്മുടെ ഇന്ത്യക്ക് അനുഭവം കൊണ്ട് മറ്റേതുകൊണ്ട് മറിച്ചുകൊണ്ട് അതിന്റെ എണ്ണമൊക്കെ നമ്മളെല്ലാവരും കൊടുക്കാറുണ്ട്. പക്ഷെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ എന്താ സംഭവിച്ചത്? നമ്മുടെ ചെറിയ ചില ഡ്രോണുകളും മറ്റുമൊക്കെയാണ് വളരെ ഭംഗിയായിട്ട് ആ കൃത്യം നിർവഹിച്ചത് എന്നുള്ളതാണ് വളരെ രസകരം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം അറബ് നാറ്റോ ഒരു കടലാസിലെ പുലിയാണ്. അത് എല്ലാവരും കൂടെ കൈയടിച്ച് ചായ കുടിച്ച് പിരിഞ്ഞു എന്നുള്ളത് കവിഞ്ഞ്
അതെങ്ങും എത്താൻ പോകുന്നില്ല. സുഖമുണ്ട് കേൾക്കുമ്പോൾ എന്നതിൽ കവിഞ്ഞ് ഒന്നും രക്ഷയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.